ഹായ് ഹലോ. അപ്പം ഇന്ന് ഗ്യാസ് സിലിണ്ടർ ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ PVC പൈപ്പിൻ്റെ പീസ് വെച്ചിട്ടാണ്. അപ്പം നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ നമ്മൾ PVC പൈപ്പിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്, മൾട്ടിവുഡിൻ്റെ 2 പീസ്. ഓക്കെ, അത് നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ. നമുക്കിതിൻ്റെ ഇതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് ഒരേപോലെ ആക്കി കൊടുക്കാം, റൗണ്ട് ആക്കി കൊടുക്കാം. ഈ അധികം വരുന്നതിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പാക്കി എടുക്കണം. സൈഡിൽ നല്ല ചെത്തിയിട്ട് ഇതിങ്ങനെ റൗണ്ടാക്കി എടുക്കണം. മുകൾ ഭാഗം ഉരുട്ടിയെടുക്കണം. അപ്പോൾ അതേപോലെ നമുക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിഭാഗത്ത് ഇതിൻ്റെ സ്റ്റാൻഡാക്കാൻ വേണ്ടിക്ക് നമ്മളിത് ഹാർപ്പിക്കിൻ്റെ ബോട്ടിലിൻ്റെ ഈ മോൾ ഭാഗമാണ് മുറിച്ചെടുത്തത്. ഇതേപോലെ മുറിച്ചെടുത്തിട്ട് നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, നമുക്കിതിൻ്റെ മോൾ ഭാഗത്തേക്ക് ആ കമ്പി, റൗണ്ട് കമ്പി നമുക്കിതാക്കി എടുക്കാം. അത് ഫോം ബോർഡിലാണ് നമ്മൾ ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഫോം ബോർഡിൽ നമുക്ക് ആദ്യം വരച്ചെടുക്കാം. നമുക്കിതിൻ്റെ ഉൾഭാഗം കൂടി മുറിച്ചെടുക്കണം, റൗണ്ടാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പാക്കി എടുക്കണം. ഇതിങ്ങനെ വെട്ടിയെടുക്കണം. പേപ്പർ ഇട്ടിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡിലെല്ലാം റൗണ്ടാക്കി എടുക്കാം. ഇനി ഇതിൻ്റെ കാല് നമുക്ക് ഞാൻ കൊടുക്കാം. ഇത് ഹാർപ്പിക്ക് ബോട്ടലിൻ്റെ മുറിച്ചെടുത്താണ് പീസ്. അപ്പോൾ ഇതാ നമ്മൾ ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചെടുക്കാം.
ഇപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതാവും. നമുക്കിതിന് റെഡ് കളർ പെയിൻ്റ് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ പെയിൻ്റെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിതിൻ്റെ സെൻറ്ററിലുണ്ടാകുന്ന ഇതാക്കാം. അതിനുവേണ്ടി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ ഫില്ലറാണ്. ഫില്ലർ കട്ട് ചെയ്തിട്ട് ആക്കി അതിൻ്റെ മുകളിൽ ഫോം ഷീറ്റിൻ്റെ ചെറിയൊരു പീസ് ഒട്ടിച്ചെടുത്തതാണ്. നമുക്കിത് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനുണ്ടാകുന്ന എഴുത്തുകളൊക്കെ ഒന്ന് എഴുതാൻ ശ്രമിക്കാം.